കൈമോശം വന്നു പോയത് എന്താ? ജപമാല. ഇപ്പൊ സീരിയൽ പ്രാർത്ഥനയാണല്ലോ നടക്കുന്നത്. പണ്ട് സന്ധ്യ ആകുമ്പോ ഈ ഇരിക്കുന്ന അച്ഛന്മാരുടെ പ്രായമുള്ള ആൾക്കാര് സന്ധ്യമണി അടിക്കുമ്പോ എന്താ പറഞ്ഞത്? സന്ധ്യമണി അടിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? അടുത്ത വീട്ടിൽ രാമ രാമ പാഹിമാം മുകുന്ദ രാമ പാഹിമാം. ശരിയല്ലേ ഹൈന്ദവര്? അപ്പോൾ അല്ലാഹു അക്ബർ. ശരിയല്ലേ അച്ഛൻ പറഞ്ഞത്? അവിടെ ബാങ്ക് മുഴങ്ങും, ഇവിടെ രാമജപ പ്രാർത്ഥന. ഇപ്പോഴത്തെ കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് ജപിച്ചു എന്നുള്ള പ്രാർത്ഥന, ത്രിസന്ധ്യ പ്രാർത്ഥന, ഒരു സർവമത സംഗമമാണ് അവിടെ നടക്കുന്നത്. അന്ന് അമ്മ പറയും മോനെ പായിട് പ്രാർത്ഥിക്കാൻ. ഇന്ന് ആ അമ്മ പറഞ്ഞ മോനെ സ്വിച്ച് ഇട് സീരിയൽ കാണാൻ. അതാണ്, കണ്ടുവിടില്ല. ആ അമ്മയൊക്കെ ഇപ്പൊ അഡിക്റ്റാണ്. അമ്മമാര് പോലും അഡിക്റ്റാണ്. സത്യമാണ് അച്ഛൻ പറഞ്ഞത്. നിങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ആൾ ഇവിടുത്തെ അമ്മമാരല്ല കേട്ടാ. ചിറാപ്പുഞ്ചില്ല അമ്മമാരെ കുറിച്ച് പറഞ്ഞത്. ഇവിടുത്തെ അമ്മമാരൊക്കെ എല്ലാം നല്ല അമ്മമാരാ. ഉറങ്ങുമ്പോ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, ആത്മശോധിക്കുക. സെയിന്റ് ആന്റണി പറഞ്ഞതാ, കൈമോശം വന്നുപോയി, ജപമാല കൈമോശം വന്നുപോയി, കുടുംബ പ്രാർത്ഥനയില്ല, സീരിയൽ പ്രാർത്ഥന, അമ്മ പ്രാർത്ഥന. ഇനി ജപമാല ചൊല്ലുമ്പോഴോ ഉറക്കം ഗുളിക കഴിക്കണ പോലെയാണ്. ബോധജ്ഞാനത്തിന് സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ പേജിലെ വിശുദ്ധന്മാരെ അപ്പൊ പിള്ളേരെ അമ്മ ഉറങ്ങുമ്പോ ഓരോ പേജ് പറയും, ഈ പേജിലെ വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഒടുവിൽ പറഞ്ഞ് ഇഷ്ണേ ഇഷ്ണേ, ഒടുവിൽ വീട്ടുപേര് ഇഷ്ണാശേരി എന്നായി. ചെറുതാവാൻ പറ്റാത്തതല്ലേ പ്രശ്നം? പർദീസ നഷ്ടപ്പെടാൻ കാരണം എന്താ? ആദം ഹവ്വയും ദൈവമാവാൻ നോക്കി. ആദം ആദമാവണം, ഹവ്വ ഹവ്വയാവണം. ദൈവമാവാൻ നോക്കിയതല്ലേ, ചെറുതാവാൻ പറ്റാത്തതല്ലേ പർദീസ നഷ്ടപ്പെട്ടത്. ആദ്യത്തെ കൊലപാതകത്തിന് ഇന്നത്തെ കൊട്ടേഷൻ തല്ലിനും കാരണം എന്താണ്? ആരൊക്കെ വലുതായി പോയി, അവന് 8ന്റെ പണി കൊടുക്കണം. കായൻ ആബേലിനെ അടിച്ചു കൊന്നില്ല, ആദ്യത്തെ കൊലപാതകമാണ്. പ്രളയമുണ്ടാവാൻ കാരണം എന്താണ്? നോഹ പെട്ടകം പണിതു, 100 വർഷം ദൈവം കൊടുത്തു. പ്രളയം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടും അവര് ശ്രദ്ധിച്ചില്ല. പ്രളയം വന്നു, ചെറുതാവാൻ പറ്റിയില്ല. സോദോം ഗൊമോറയിൽ അഗ്നിയും തീയും ഇറക്കി നശിപ്പിക്കാൻ കാരണം എന്താണ്? അവര് ചെറുതാവാൻ തയ്യാറില്ല. ദാവീദും സാംസണും പരാജയപ്പെടാൻ കാരണം, പത്രോസ് തള്ളിപ്പറയാൻ കാരണം, ടൈറ്റാനിക് കപ്പൽ ആഴിയിൽ ആണ്ടുപോകാൻ കാരണം, അനന്ത വിഹായുസിലേക്ക് പറന്നുയർന്നിയ യൂറി ഗഗാറിൻ ദൈവമില്ലെന്ന് പറഞ്ഞ് 2ാം വട്ടം പറയാൻ പറ്റിയില്ല. കത്തിച്ചാമ്പലായി താഴെ വീണു. ഡയാന രാജകുമാരന്റെ ദുരന്തം, ബിൽ ക്ലിന്റൺ ദുരന്തം, ഇങ്ങനെ പോകുന്നു, നീണ്ട ലിസ്റ്റ്. ഇനി നമ്മുടെ കത്തോലിക്ക സഭ എടുക്ക. ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്. ആ സഭയില് പിളർപ്പുണ്ടാകാൻ, ഒരു പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടാവാൻ കാരണം എന്താ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് കാരണം എന്താ? ചെറുതാവാൻ പറ്റാത്തതാ. ബൈബിളും അല്ല, അവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്. അത് ബൈബിളൊന്നും അല്ല. കാരണം സെയിന്റ് ആന്റണി ജനിച്ചത് 1295 ആഗസ്റ്റ് മാസം 15-ാം തീയതിയാ. ബൈബിള് പ്രിന്റ് ചെയ്തത് എപ്പോഴാ? 1454-55 വർഷങ്ങളിലാ. അപ്പൊ അത് ബൈബിളല്ല, പിന്നെന്താ? അത് പ്രാർത്ഥനാ പുസ്തകമാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ആർട്ടിസ്റ്റിന് വിവരമില്ലാത്തതുകൊണ്ട് POC ബൈബിൾ വരച്ചു വെച്ചിട്ടുണ്ട് ചില ഫോട്ടോയിലൊക്കെ. അത് പ്രാർത്ഥനാ പുസ്തകമാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ആ പ്രാർത്ഥനാ പുസ്തകം വയ്ക്കാൻ കാരണം? ഇവിടെയാണ് കാണായ പോയതിന്റെ മാധ്യസ്ഥ്യം. അതായത് ആശ്രമത്തിലൊരു വട്ട് കേസ് ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ടാവും, ആശ്രമത്തിന് മാത്രമല്ല കോൺവെന്റിലും ഉണ്ടാവും. വീട്ടിലൊക്കെ ചില വട്ട് കേസ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആശ്രമത്തിലൊരു വട്ട് കേസ്, ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കളഞ്ഞു. കൂടെ സെയിന്റ് ആന്റണി നിധി പോലെ സൂക്ഷിച്ചിരുന്ന സ്വന്തം കൈപ്പടയിൽ എഴുതിയ സങ്കീർത്തനോടായിരിക്കണത്. കാനന നമസ്കാരം ചൊല്ലുമ്പോൾ ഉപയോഗിക്കുന്ന സങ്കീർത്തനമാ. കാരണം പണ്ട് സന്യാസിമാരാണ് 150 സങ്കീർത്തനം ചൊല്ലിയിരുന്നത്. അൽമായര് 150 സ്വർഗസ്ഥനായ പിതാവാണ് നിങ്ങൾ ചൊല്ലിയിരുന്നത്. ഇത് ആ വട്ട് കേസ് എടുത്തു പോയി കളഞ്ഞു. അന്തോണീസിന് 8ന്റെ പണി കൊടുത്തു. അന്തോണീസിന് ദർശനപരമുള്ളതാണ്. അന്തോണീസ് പ്രാർത്ഥിച്ചപ്പോൾ ഈ ബ്രദറ് ഈ പ്രാർത്ഥനാ പുസ്തകം കൊണ്ട് പോകുമ്പോ തന്റെ മുൻപിൽ ഒരു ഭീകര സത്വം വാളും പിടിച്ചു നിൽക്കണേ. ഭയപ്പെട്ട് ആള് ആശ്രമത്തിലേക്ക് വന്ന് പ്രിയരച്ഛന്റെ കാലിൽ കെട്ടി വീണ് മാപ്പ് പറഞ്ഞു. അന്തോണീസ് അച്ഛന് കൊണ്ടുപോയി ഈ പ്രാർത്ഥനാ പുസ്തകം കൊടുക്കുകയും ചെയ്തു. ഈ ഒരു സംഭവമാണ് പിന്നീട് കാണാതെ പോയ വസ്തുക്കൾ കണ്ടെത്താനുള്ള സ്വർഗീയ മധ്യസ്ഥനായി ലോകം മുഴുവനും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയത്.
നമുക്ക് സുപരിചിതമായ വചനമാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41-42. അതിങ്ങനെയാണ്: യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സുള്ളപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. എന്താണ് ഇതിൻ്റെ അർത്ഥം? തിരുക്കുടുംബം തിരുസഭയ്ക്ക് കൈമാറിയ പതിവാണ്, പൈതൃകമാണ്, പാരമ്പര്യമാണ് തിരുനാൾ. നമ്മളാരും തിരുനാൾ എന്ന് പറയാറില്ല. നാടൻ ഭാഷയിൽ പെരുന്നാളിന് പോകണമെന്ന്, പെരുന്നാൾ ഒടുക്കത്തിന് പോകണമെന്ന്, വേണ്ട അടക്കത്തിന് പോകണ പോലെയാണ്. മാത്രമല്ല പാട്ടുകളും അങ്ങനെയല്ല. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണമെന്ന്, അർത്തിങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടണം, ഓശാന പെരുന്നാൾ വന്നു എന്ന്. തിരുനാൾ പെരുന്നാളാക്കരുത്. ചെണ്ടമേളം, വാദ്യമേളം, ശിങ്കാരിമേളം, കരയാട്ടം, കരയോട്ടം, മെഗാ ഷോ, മെഗാ തല്ലിൽ അവസാനിക്കും. റഫറൻസ് ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി. പെരുന്നാളെന്ന് പറഞ്ഞെന്താ? ഒട്ടും ആത്മീയതയില്ലാത്ത ഉത്സവത്തെയാണ് പെരുന്നാൾ, പെരുപ്പിക്കുന്ന നാൾ എന്ന് പറയുന്നത്. മറിച്ച് തിരുനാൾ എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ആത്മീയമായ ആഘോഷാവസരമാണ്. അതാണ് കൂനമ്മാവ് ഈ ചന്തക്കപ്പേളയുടെ പ്രത്യേകത. നോട്ടീസ് വളരെ ക്ലിയറാണ്. നാനാജാതി മതസ്ഥരായ എല്ലാവരും ഒരുമിച്ച് കൂടി ആഘോഷിക്കുന്ന ഒരു തിരുനാൾ. നമ്മുടെ സിനഡ് നടത്തി വരികയായിരുന്നു സാർവത്രിക സഭയിൽ. അതിൽ ഒരു തിരുനാളിന്റെ 5 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 1, വചനം ധ്യാനിക്കുവാൻ, ജീവിക്കുവാൻ, പ്രചരിപ്പിക്കുവാനുള്ള അവസരമാണ്. അതാണ് ഇന്ന് അച്ഛൻ വായിച്ച വചനഭാഗം, വിധക്കാരന്റെ ഉപമ. വിത്ത് വന്നു വീഴുന്നത് 4 ഇടങ്ങളിലാണ്. അത് മനുഷ്യഹൃദയത്തിന്റെ പ്രത്യേകതയാണ്. വഴിയരിക, പാറപ്പുറം, മുൾച്ചെടി, നല്ല നിലം. വഴിയരികിൽ വീണത് പറവകൾ പെറുക്കിക്കൊണ്ടുപോയി. പാറപ്പുറത്തത് വീണ് ആഴമില്ലാത്തത് കൊണ്ട് അത് കരിഞ്ഞുപോയി. മുൾച്ചെടി ഞെരുക്കിക്കളഞ്ഞു. ജീവിതത്തിന്റെ 3 തലങ്ങളാ. മറിച്ച് നല്ല നിലത്ത് വീണത് 30, 60, 100 മേനി വിളവ് നൽകി. അതേ നല്ല നിലത്താണ് ഈ വചനമിടുന്നത്. അതാണ് സെയിന്റ് ആന്റണി. അപ്പൊ വചനം ധ്യാനിക്കണം, ജീവിക്കണം, പ്രചരിപ്പിക്കണം. 2, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. 3, അനുരഞ്ജനപ്പെടണം. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, അയൽവാസികൾ ഇവരൊക്കെ ആയിട്ടുള്ള അനുരഞ്ജനം, യോജിക്കണം, ഇണങ്ങണം, ഒന്നിക്കണം. 4, ഒരുമിച്ച് കൂടാനുള്ള ഒരു നാളാണ് തിരുനാൾ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവരും വർഷങ്ങളായി വ്യാപാരികൾ എല്ലാവരും ഒരുമിച്ച് കൂടി ആരംഭിച്ച ഒരു വലിയ സംരംഭമാണ്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി ഊട്ടുസദ്യ നടത്തുന്നു. അതാണ് ഒരുമിച്ച് കൂടാനുള്ള ഒരു നാളാണ് തിരുനാൾ. 5, ഏറ്റവും ആരുടെ തിരുനാൾ ആഘോഷിക്കുന്നുവോ ആ വ്യക്തിയുടെ സന്ദേശം ഉൾക്കൊള്ളണം. അപ്പം നമ്മൾ ആമുഖം ക്ലിയറായി. ഇനി നമ്മൾ പ്രധാന സന്ദേശത്തിലേക്ക് പോവുകയാണ്. അപ്പം പെരുന്നാളും തിരുനാളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. തിരുനാള് വചനത്തിന് 100 മേനി വിളവ് നൽകുവാനുള്ള അവസരമാണ്. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, അനുരഞ്ജനപ്പെടണം, ഒരുമിച്ച് കൂടണം, സന്ദേശം ഉൾക്കൊള്ളണം. എന്താണ് സെയിന്റ് ആന്റണി നൽകുന്ന സന്ദേശം? ആ രൂപത്തിലേക്ക് നോക്ക്. സെയിന്റ് ആന്റണി പറയും, നിങ്ങള് എന്നെ വിളിക്കുന്നത്, എന്റെ അടുക്കൽ വരുന്നത് കാണാതെ പോയത് കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ ഞാൻ പറയും, നിങ്ങൾക്ക് കാണാതെ പോയ 4 കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കാണാതെ പോയ, കളഞ്ഞുപോയ കാര്യം എന്റെ കയ്യിലിരിപ്പുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചെന്ന് വീക്ഷിച്ചേ. എന്റെ കയ്യിലുണ്ടെന്നേ. അത് നിങ്ങള് തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുപോയാൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സംതൃപ്തി, സൗഖ്യം, സമൃദ്ധി, വിടുതലുണ്ടാവും. നമ്മുടെ ചെറുപ്പം തുടങ്ങി ഓരോ കാര്യത്തിനും ഓരോ വിശുദ്ധന്മാരുണ്ട്. ഞാൻ ഓർക്കണേ, എൻ്റെ അമ്മ ഇടിവെട്ടും മഴയും വരുമ്പോൾ മടിയിലിരുത്തി ബാർബര പുണ്യാളത്തിൻ്റെ കഥ പറഞ്ഞ്, എന്നിട്ട് ചെറിയൊരു പ്രാർത്ഥനയും, ബാർബര പുണ്യാളത്തി ഇടിവെട്ടിൽ നിന്നും കാറ്റിൽ നിന്നും കാത്തുരക്ഷിക്കണേ. ഞാൻ ഇന്നും എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് ബൈക്കിന് വരുമ്പോൾ ഈ വഴിക്ക് ഞാൻ പോവാറുണ്ട്. ഞാൻ ഓർക്കണേ, ഒരു ദിവസം
മുൻപിലിങ്ങനെ കൊള്ളിമേം വീഴുന്നത് പോലെ വീഴണേണ്. ഞാൻ മാളപള്ളിപ്പുറന്ന് വരുമ്പോ കൂരിച്ചൊരിയുന്ന മഴയാ. ഞാൻ അപ്പൊ പ്രാർത്ഥിച്ചു, ഇടിവെട്ടിൽ നിന്നും കാറ്റിൽ നിന്നും കാത്തുരക്ഷിക്കണേ. അപ്പൊ എന്ന് ഞാനും പ്രാർത്ഥിച്ചത് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാ. ഇനി പഞ്ഞമ്പട വസന്ത വരുമ്പോ സീസൺ ആണല്ലോ ഇപ്പോൾ, നമ്മൾ ആരോട് പ്രാർത്ഥിക്കും? സെന്റ് സെബാസ്റ്റിനോട്. സെന്റ് സെബാസ്റ്റിന്റെ കഥ പറഞ്ഞു തരിക, ചരിത്രം പറഞ്ഞു തരിക അമ്മ. പ്രാർത്ഥിക്കും. പാമ്പിന്റെ ശല്യം വന്നാലോ ഉടനെ ഗീവർഗീസിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. പട്ടിശല്യം വന്നാലോ പേളയ്യാലോ അമ്മ റോക്കി പുണ്യാളച്ചന്റെ കഥ പറഞ്ഞു തന്നു. രസകരമാണ് കഥ. എന്നിട്ട് പ്രാർത്ഥന അതിനേക്കാളും വിശേഷം. അമ്മ പറഞ്ഞു, മോനെ ഇങ്ങനെ പ്രാർത്ഥിക്കും, റോക്കി പുണ്യാളച്ച എന്നെ കടിക്കുന്ന പട്ടിയുടെ തല വെട്ടിപ്പോട്ടെ. ഭയങ്കര ധൈര്യ. ശരിയല്ല? നിങ്ങൾക്കും ധൈര്യം കിട്ടിയില്ലേ ഇപ്പൊ? റോക്കി പുണ്യാളച്ച എന്നെ കടിക്കുന്ന പട്ടിയുടെ തല വെട്ടിപ്പോട്ടെ. ഞാനത് ഇന്നും പ്രാർത്ഥിക്കും. ഇനി കൂടാതെ അസാധ്യ കാര്യങ്ങൾ, അത് സെയിന്റ് ജൂഡിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അസാധ്യ കാര്യങ്ങൾ, അശരണരുടെ സഹായമാണ് സെയിന്റ് ജൂഡ്. ഇനി തൊഴിലാളികൾ ആരോടാണ് പ്രാർത്ഥിക്കുക? യൗസേപ്പ് പിതാവ്, തൊഴിലാളികളുടെ മധ്യസ്ഥൻ യൗസേപ്പ് പിതാവ്. ക്യാൻസർ വരുമ്പോ ആരോടാ പ്രാർത്ഥിക്കുക? അത് വലിയ വിവരം ഉണ്ടാവില്ല. ക്യാൻസർ വരുമ്പോ ആരോടാ പ്രാർത്ഥിക്കുക? പെരഗ്രീൻ മജേല എന്ന് പറയുന്ന ഒരു സെയിന്റ് ആണ് ക്യാൻസർ പേഷ്യൻസിന്റെ മധ്യസ്ഥ. ഇനി ഗർഭിണികളായ സ്ത്രീകൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ജെറാർഡ് എന്ന് പറയുന്ന വിശുദ്ധയോടാണ്. ഇനി കാണാതെ പോയത് കണ്ടെത്താൻ പ്രാർത്ഥിക്കുന്ന ആളാരാണ്? സെയിന്റ് ആന്റണി. ഇപ്പൊ നമ്മളൊക്കെ ഭൗതികമായത് നഷ്ടപ്പെട്ടിട്ട് അന്തോണീസ് പുണ്യാളച്ച ആധാരം പോയി, പേഴ്സ് പോയി, ഇങ്ങനെ മാല പോയി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അത് കിട്ടണേ എന്നുള്ള പ്രാർത്ഥന. സത്യമല്ലേ? കാണാതെ പോയത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സെയിന്റ് ആന്റണി ഇവിടെ ഇരിക്കണം നമ്മളോട് പറയും, എന്റെ തിരുസ്വരൂപത്തിലേക്ക് നിങ്ങൾ നോക്ക്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈമോശം വന്ന 4 കാര്യങ്ങൾ എന്റെ കയ്യിലിരിപ്പുണ്ട്. നമുക്ക് സൂക്ഷിച്ച് നമ്മുടെ മനസ്സ് നിറയെ സെന്റ് ആന്റണി ചിത്രമാണ്. അപ്പൊ എന്താ കാണാതെ പോയത്? കയ്യിലേക്ക് നോക്കിയേ. കയ്യിൽ എന്തായിരിക്കുക? അല്ല, കുറച്ചുകൂടി താഴേക്ക് നോക്കിയേ. ബൈബിളും അല്ല. അവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്. അത് ബൈബിളൊന്നുമല്ല. കാരണം സെയിന്റ് ആന്റണി ജനിച്ചത് 1295 ആഗസ്റ്റ് മാസം 15-ാം തീയതിയാ. ബൈബിള് പ്രിന്റ് ചെയ്തത് എപ്പോഴാ? 1454-55 വർഷങ്ങളിലാ. അപ്പൊ അത് ബൈബിളല്ല. പിന്നെന്താ? അത് പ്രാർത്ഥനാ പുസ്തകമാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ആർട്ടിസ്റ്റിന് വിവരമില്ലാത്തതുകൊണ്ട് POC ബൈബിൾ വരച്ചു വെച്ചിട്ടുണ്ട് ചില ഫോട്ടോയിലൊക്കെ. അത് പ്രാർത്ഥനാ പുസ്തകമാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ആ പ്രാർത്ഥനാ പുസ്തകം വയ്ക്കാൻ കാരണം? ഇവിടെയാണ് കാണായ പോയതിന്റെ മാധ്യസ്ഥ്യം. അതായത് ആശ്രമത്തിലൊരു വട്ട് കേസ് ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ടാവും. ആശ്രമത്തിൽ മാത്രമല്ല, കോൺവെന്റിലും ഉണ്ടാവും. വീട്ടിലൊക്കെ ചില വട്ട് കേസ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആശ്രമത്തിലൊരു വട്ട് കേസ് ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കളഞ്ഞു. കൂടെ സെയിന്റ് ആന്റണി നിധി പോലെ സൂക്ഷിച്ചിരുന്ന സ്വന്തം കൈപ്പടയിൽ എഴുതിയ സങ്കീർത്തനമായിരിക്കണത്. കാനന നമസ്കാരം ചൊല്ലുന്നപ്പോ ഉപയോഗിക്കുന്ന സങ്കീർത്തനമാ. കാരണം പണ്ട് സന്യാസിമാരാണ് 150 സങ്കീർത്തനം ചൊല്ലിയിരുന്നത്. അൽമായര് 150 സ്വർഗസ്ഥനായ പിതാവാണ് നിങ്ങൾ ചൊല്ലിയിരുന്നത്. ഇത് ആ വട്ട് കേസ് എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. അന്തോണീസിന് 8ന്റെ പണി കൊടുത്തു. അന്തോണീസിന് ദർശനപരമുള്ളതാണ്. അന്തോണീസ് പ്രാർത്ഥിച്ചപ്പോൾ ഈ ബ്രദറ് ഈ പ്രാർത്ഥനാ പുസ്തകം കൊണ്ട് പോകുമ്പോ തന്റെ മുൻപിൽ ഒരു ഭീകര സത്വം വാളും പിടിച്ചു നിൽക്കണേ. ഭയപ്പെട്ട് ആള് ആശ്രമത്തിലേക്ക് വന്ന് പ്രിയരച്ഛന്റെ കാലിൽ കെട്ടി വീണ് മാപ്പ് പറഞ്ഞു. അന്തോണീസ് അച്ഛന് കൊണ്ടുപോയി ഈ പ്രാർത്ഥനാ പുസ്തകം കൊടുക്കുകയും ചെയ്തു. ഈ ഒരു സംഭവമാണ് പിന്നീട് കാണാതെ പോയ വസ്തുക്കൾ കണ്ടെത്താനുള്ള സ്വർഗീയ മധ്യസ്ഥനായി ലോകം മുഴുവനും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പം ഈ ബൈബിള് നൽകുന്ന സന്ദേശം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വിശ്വാസമാണ്. വിശ്വാസം വീണ്ടെടുക്കണം. അതാണ് ആ പ്രാർത്ഥനാ പുസ്തകം. അപ്പൊ ഞാൻ ബൈബിളിൽ നിന്ന് തന്നെ പറയാം. കാരണം സങ്കീർത്തനം ബൈബിളിന്റെ ഒരു ഭാഗമായതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം എന്ന് തന്നെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല.
അപ്പോ നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? പ്രാർത്ഥനാ ചൈതന്യം നഷ്ടപ്പെട്ടു. കുംഭസാരം, കുർബാന, വചനപാരായണം, സെയിന്റ് ആന്റണി കൈമാറിയത് 3 ഭക്തിയാണ്: ദിവ്യകാരുണ്യ ഭക്തി, മരിയ ഭക്തി, വചനഭക്തിയാണ്. ഇത് കൈമോശം വന്നു പോയില്ലേ? കോവിഡ് വന്നു കഴിഞ്ഞപ്പോ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ കാണാം. അതിനു മുമ്പ് ശാലോം ടി വിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പറയും ടി വിയിൽ കാണുന്ന കുർബാന അസാധുവാണെന്നാണ് ടി വിയിൽ സ്ക്രോൾ ചെയ്തിരുന്നത്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോ പാപ്പ പറഞ്ഞു ഓൺലൈൻ ആയാൽ മതി. ഇപ്പോഴും നമ്മുടെ ആൾക്കാരെല്ലാം ഓൺലൈനാണ്. ഇതൊക്കെ മതിയെന്നേ. പിള്ളേരാണെങ്കിൽ അങ്ങനെ തന്നെയാ. എടാ കുർബാനയ്ക്ക് പോകണില്ലേ? ഞാൻ ഓൺലൈനിൽ കണ്ടോളാം. എന്താണ് ഇവൻ ഓൺലൈൻ കാണുന്നത്? കല്യാണരാമൻ. അവൻ കാണുന്നത് എന്താണ്? കല്യാണരാമനായിരിക്കും. അപ്പം അമ്മ നോക്കുമ്പോ എന്താണ്? ഓ, എന്റെ മോന് ഓൺലൈനിൽ ഒരൊറ്റ ദിവസം കുർബാന മുടക്കല്ല, അവന്റെ കുർബാന വേറെ. ഇപ്പൊ അങ്ങനെയായി, അകന്നുപോയി. സഭയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമൊക്കെ അകന്നുപോയി. നമ്മൾ ഓരോ ദേവാലയം എടുക്കും. ദേവാലയത്തിൽ എത്ര പേര് ദേവാലയത്തിൽ വരുന്നുണ്ട്? ശരിയല്ലേ? എത്ര പേര്? ഈ കാണുന്ന സ്ഥലം നിറഞ്ഞിരുന്നതല്ലേ? ഇവിടെ തന്നെ നോക്ക്. കൊടികയറ്റാനായിട്ട് അച്ഛൻ വരുമ്പോ ആരുമില്ല. കാരണം നമ്മളൊക്കെ ഇന്ത്യക്കാരാ. 4 മണിക്ക് പറയുന്നത് 6 മണിക്ക് നടക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ചാത്തിയാത്ത് പള്ളിയില് 10 മണിക്ക് കുർബാന, കല്യാണം കുർബാനയാണ്. ഞാൻ വരുമ്പോ പള്ളിയിൽ ആരുമില്ല. കർമ്മല മാതാവും യൗസേപ്പ് പിതാവും സെന്റ് സെബാസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരുത്തം വന്നിട്ട് ചോദിക്കണേന് 10 മണിക്കത്തെ കുർബാന എത്ര മണിക്കാണ് വെച്ചാന്ന്. ഇവനോട് എന്താ പറയണ്ടത്? അപ്പൊ നമ്മുടെ കൃത്യനിഷ്ഠയില്ല. വാസ്തവത്തിൽ നമ്മുടെ മാർട്ടിൻ മുണ്ടാനച്ഛൻ കൃത്യമായിട്ട് 3 അച്ഛന്മാരും ചാൾസ് അച്ഛനും ജോബി അച്ഛനും കൃത്യമായിട്ട് വന്ന് വെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് കറക്റ്റായിട്ട് തുടങ്ങാൻ. കാരണം അങ്ങനെയാണ് സന്യാസത്തിലുള്ള ആ ചിട്ട. അത് മാറ്റാതെ വന്ന് നിൽക്കണേ. ഞാൻ നോക്കണേ. അപ്പോ ചിലത് ശരിയായിട്ടില്ല എന്ന് സംഘാടകർ പറഞ്ഞപ്പോ അച്ഛന്മാർ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുറ്റപ്പെടുത്തിയല്ല, ഇത് നമുക്ക് പറ്റിയേക്കുന്ന ഒരു പാളിച്ചയാണ്. അതാണ് സെയിന്റ് ആന്റണി പറഞ്ഞത്, നിങ്ങൾക്ക് കുറവ് വന്ന് കൈമോശം വന്ന് പോയത് വിശ്വാസമാണ്. രണ്ടാമത് ആ ബൈബിളിൽ ഇരിക്കുന്നത് ആരാ? ഉണ്ണീശോ. അങ്ങനെ ഉണ്ണീശോ വരാൻ കാരണം എന്താണ്? അത് പറഞ്ഞിരിക്കണം. ലിമോജസ് പട്ടണത്തില് സെയിന്റ് ആന്റണി ധ്യാനിപ്പിക്കണേ. ടാറ്റനോസ് പ്രഭുവിന്റെ വീട്ടിലാണ് അന്തി ഉറങ്ങിയത്. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല. രാത്രി അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ പോയിട്ട് മുറിയിലൊരു കൊച്ചുകുട്ടിയുടെ ശബ്ദം കേൾക്കാം. അപ്പൊ താക്കോൽ ദ്വാരത്തിലൂടെ പ്രകാശം പ്രസരിക്കുന്നുണ്ട്. അപ്പൊ പ്രഭു ആകാംക്ഷയോടെ കൗതുകത്തോടെ താക്കോൽ ദ്വാരത്തിലൂടെ നോക്കിയപ്പോ കണ്ടത് സെയിന്റ് ആന്റണിയുടെ അടുക്കൽ ഉണ്ണീശോ സ്നേഹസല്ലാപം നടത്തുന്ന സ്വർഗീയ കാഴ്ചയാ. ഇത് കണ്ടിട്ട് പ്രഭു ഉറങ്ങിയില്ല. രാവിലെ വാതിൽ തുറന്നപ്പോ ഓടിച്ചെന്ന് സെയിന്റ് ആന്റണിയുടെ കാൽക്കൽ കെട്ടി വീണ് മാപ്പി ചോദിച്ചു, എന്താ നീ മാപ്പി ചോദിക്കണത്? ഞാനൊരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റ് ചെയ്തു? ഇന്നലെ രാത്രി അങ്ങയുടെ മുറിയിൽ ഒരു കുഞ്ഞിന്റെ സ്വരം കേട്ടപ്പോ ഞാൻ നോക്കി, ഞാനത് കണ്ടു. അന്തോണീസച്ച, താബോർ മലയിൽ മറുരൂപം പ്രാപിച്ച കർത്താവ് യാക്കോബിനോടും യോഹന്നാനോടും അന്ത്രയോസിനോടും പറഞ്ഞു, ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞതുപോലെ സെയിന്റ് ആന്റണി പറഞ്ഞു, മരണശേഷം അല്ലാതെ പറയരുത്. സെയിന്റ് ആന്റണി മരിച്ചപ്പോൾ പള്ളിമണികൾ താനെ മുഴങ്ങി. കുട്ടികൾ വിളിച്ചു പറഞ്ഞു, നമ്മുടെ അന്തോണീസ് അച്ഛൻ മരിച്ചു എന്ന്. അതിനുശേഷം നാമകരണ പ്രക്രിയ വന്നപ്പോ ഈ പ്രഭുവാണ് അന്നത്തെ വികാരിയച്ഛനോടും വികാരിയച്ഛൻ മെത്രാനച്ഛനോടും പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കാരണം ഒരു ഫോട്ടോ ആവശ്യമാണല്ലോ. നമ്മുടെ ചാവറാപിതാവിന്റെ ഒക്കെ വിശുദ്ധിയിലേക്ക് ഉയരുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ ഫോട്ടോഗ്രാഫ് ഉണ്ട്. മറിച്ച് അന്ന് ഫോട്ടോഗ്രാഫി ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് ഫോട്ടോ വരക്കും? അപ്പോൾ ഈ ചാറ്റനൂസ് പ്രഭു പറഞ്ഞതനുസരിച്ചാണ് ആദ്യത്തെ ചിത്രം ഇങ്ങനെ വരച്ചത്. അന്ന് ലില്ലിപ്പൂക്കളില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പം ഉണ്ണിയെ കയ്യിലേന്തിയ വിശ്വസ്തനായ സെയിന്റ് ആന്റണി വിശ്വസ്തതയുടെ പ്രതീകമാണ്. അപ്പൊ ഒന്നാമത്തത് വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. 2 നമുക്ക് നഷ്ടപ്പെടുന്നത് വിശ്വസ്തതയാണ്. അപ്പൊ വിശ്വസ്തതയുടെ പ്രതീകമാണ് ഉണ്ണീശോ. അപ്പൊ ഉണ്ണീശോ നൽകുന്ന സന്ദേശം എന്താണ്? സെയിന്റ് ആന്റണി നൽകുന്ന സന്ദേശം എന്താണ്? ചെറുതാവണം. കൊയറ് പാടാറില്ല, ഇത്ര ചെറുതാവാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്ത് വരണം. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാറില്ലേ, കുഞ്ഞായി വന്ന് പിറന്നവൻ കുഞ്ഞുങ്ങളാവാൻ പറഞ്ഞവർ. അപ്പം ചെറുതാവാൻ പറ്റാത്തതല്ലേ പ്രശ്നം. പർദീസ നഷ്ടപ്പെടാൻ കാരണം എന്താ? ആദവും ഹവ്വായും ദൈവമാവാൻ നോക്കി. ആദമാവണം.
ഹവ്വയാവണം. ദൈവമാവാൻ നോക്കിയതല്ലേ, ചെറുതാവാൻ പറ്റാത്തതല്ലേ പറുദീസ നഷ്ടപ്പെട്ടത്. ആദ്യത്തെ കൊലപാതകത്തിന് ഇന്നത്തെ കൊട്ടേഷൻ തല്ലാനും കാരണം എന്താണ്? ആരൊക്കെ വലുതായി പോയി, അവന് 8ന്റെ പണി കൊടുക്കണം. കായൻ ആബേലിനെ അടിച്ചു കൊന്നില്ലേ, ആദ്യത്തെ കൊലപാതകമാണ്. പ്രളയമുണ്ടാവാൻ കാരണം എന്താണ്? നോഹ പെട്ടകം പണിതു, 100 വർഷം ദൈവം കൊടുത്തു, പ്രളയം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടും അവര് ശ്രദ്ധിച്ചില്ല. പ്രളയം വന്നു, ചെറുതാവാൻ പറ്റിയില്ല. സോദോം ഗൊമോറയിൽ അഗ്നിയും തീയും ഇറക്കി നശിപ്പിക്കാൻ കാരണം എന്താണ്? അവര് ചെറുതാവാൻ തയ്യാറില്ല. ദാവീദും സാംസണും പരാജയപ്പെടാൻ കാരണം, പത്രോസ് തള്ളിപ്പറയാൻ കാരണം, ടൈറ്റാനിക് കപ്പൽ ആഴിയിൽ ആണ്ടുപോകാൻ കാരണം, അനന്ത വിഹായുസിലേക്ക് പറന്നുയർന്നിയ യൂറി ഗഗാറിൻ ദൈവമില്ലെന്ന് പറഞ്ഞ് 2ാം വട്ടം പറയാൻ പറ്റിയില്ല, കത്തിച്ചാമ്പലായി താഴെ വീണു. ഡയാന രാജകുമാരന്റെ ദുരന്തം, ബിൽ ക്ലിന്റൺ ദുരന്തം, ഇങ്ങനെ പോകുന്നു, നീണ്ട ലിസ്റ്റ്. ഇനി നമ്മുടെ കത്തോലിക്ക സഭ എടുക്ക, ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്. ആ സഭയില് പിളർപ്പുണ്ടാകാൻ, ഒരു പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടാവാൻ കാരണം എന്താ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് കാരണം എന്താ? ചെറുതാവാൻ പറ്റാത്തതാ. ഒരൊറ്റ ആള് ചെറുതായാൽ മതി, എല്ലാം സോൾവ് ആകും. നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഇവിടെയും അധികം പാർട്ടികളൊന്നും ഉണ്ടായില്ല. കൂണ് മുളക്കുന്നത് പോലെ പാർട്ടികളായി മാറി. ഒരു പാർട്ടി മറ്റൊരാൾ വിമർശിക്കുന്നു. ഏതെങ്കിലും പാർട്ടി ഒരാൾ നല്ലത് ചെയ്തെന്ന് പറയുന്നുണ്ടോ? പറയണില്ല. പറയേണ്ടതല്ലേ? ഓരോ ഗവൺമെന്റും ഓരോ പാർട്ടിക്കാരും നല്ലത് ചെയ്യുന്നില്ലേ? എന്നിട്ട് ആരെങ്കിലും ഒരു നന്മ പറയണുണ്ടോ? ഇവിടെയാണ് പ്രശ്നം. ചെറുതാവാൻ പറ്റില്ല, പറഞ്ഞാൽ നമ്മൾ താഴ്ന്നു പോകൂലേ? അവിടെ ആ പ്രശ്നം. ഇനി നമ്മുടെ വീടെടുത്തേ, പണ്ടധികം വിവാഹമോചനം ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം ചങ്കുപൊട്ടി അച്ഛൻ പറഞ്ഞാണ്, അച്ഛാ ഈ വർഷം കല്യാണം കഴിച്ചിട്ട് 2 ആഴ്ച, 1 മാസം, 3 മാസം കഴിഞ്ഞു, കേസുകൾ വരികയാണ്. അപ്പം വീടുകളിലുള്ള കലഹം, വിവാഹമോചനം, പ്രശ്നം, വഴക്ക്, എല്ലാത്തിനും കാരണം ആരും ചെറുതാവാൻ തയ്യാറല്ല. വിട്ടുകൊടുക്കാൻ, ക്ഷമിക്കാൻ, മറക്കാൻ, പൊറുക്കാൻ തയ്യാറല്ല. ഉണ്ണീശോയെ കയ്യിലെടുത്തിട്ട് സെയിന്റ് ആന്റണി സ്വജീവിതത്തിലൂടെ പറയും, നിങ്ങൾ ചെറുതാവണം. നമുക്കറിയാമല്ലോ, സെയിന്റ് ആന്റണി അഗസ്റ്റീനിയൻ സഭയിലുണ്ടായ ഒരാളാണ്. അച്ഛനായത് അഗസ്റ്റീനിയൻ സഭയിലാണ്. 25-ാം വയസ്സില് അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ പെർമിഷൻ കിട്ടി. അദ്ദേഹം വിദേശത്തേക്ക് പോയപ്പോൾ കപ്പല് കാറ്റുമൊക്കെ പ്രതികൂലമായിരുന്നു. പനി പിടിച്ച് തിരിച്ചു വന്നിട്ട് ആരും അറിഞ്ഞിരുന്നില്ല ഈ മനുഷ്യന്. വീട്ടില്, ആശ്രമത്തില് വസ്ത്രം അലക്കുക, പ്ലേറ്റ് കഴുകുക, വിറക് വെട്ടുക, ഇതൊക്കെയാണ് ചെയ്തിരുന്നത്. ഒടുവിലൊരു പട്ടക്കുർബാന വന്നപ്പോൾ വ്യത്യസ്തമായ സഭയിലെ അംഗങ്ങളാണ് ഡീക്കന്മാര്. പട്ടക്കുർബാനയ്ക്ക് പ്രസംഗിക്കാൻ ആരെയും അറേഞ്ച് ചെയ്തില്ല. അനുസരണയുള്ള ആളാ സെയിന്റ് ആന്റണി. അങ്ങനെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ അനുസരണയെ പ്രതി അദ്ദേഹം പ്രസംഗിച്ചപ്പോഴാണ് അവിടെയുള്ള പണ്ഡിതരൊക്കെ കോരിത്തരച്ച്, ഇത്രയും പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് ഇങ്ങനെ ആശ്രമത്തിൽ ഒതുങ്ങിക്കൂടുന്നത്. അന്നത്തെ പ്രിയോർ ജനറലായ ഫ്രാൻസിസ് അസീസി പുണ്യാളച്ചൻ പറഞ്ഞു, റോമും ഇറ്റലിയൊക്കെ നടന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെറുതായ വ്യക്തിയാണ് വലുതായി മാറിയത്. അപ്പൊ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, ഉറങ്ങില്ലട്ടാ. ചില ആൾക്കാർ ഇങ്ങനെ, നെൽസൺ ജോബച്ചൻ പറഞ്ഞു ശരിയാണ്, ഇങ്ങോട്ട് വാച്ചാ, ഇങ്ങോട്ട് വാന്ന് പറയുന്നുണ്ട്. ഞാൻ ഉറക്കം മാറ്റിത്തരാം. പണ്ട് മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു ആര്? നായിക്കമ്പറമ്പൻ. ശരിയല്ലേ? ഇവിടെ വന്നിട്ടുണ്ട്. അന്നത്തെ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു നായിക്കമ്പറമ്പൽ അച്ഛൻ. അച്ഛൻ ഉണ്ടെങ്കിൽ മാത്രമേ കൺവെൻഷനുള്ളൂ. ഇപ്പൊ ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേന്. ശരി, കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കണേ. മഞ്ഞുമേന്ന് തുടങ്ങി പോട്ടെ പോയി, മുരിങ്ങൂര് വന്ന്, ജെറൂസലേമിൽ നിന്ന് വന്ന്, പിന്നെ പെരുവണ്ണാമൊഴി പോയി, അവിടെ നിന്ന് അട്ടപ്പാടി പോയി, അട്ടപ്പാടിയിൽ നിന്ന് ഊതി അണക്കരയിൽ വന്നു, അണക്കരയിൽ നിന്ന് ഊതി കൃപാസനത്തിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കണേണ്. അപ്പൊ പണ്ട് കൺവെൻഷൻ വരികയാണ്. അന്ന് ആ ഉച്ചക്ക് ആ ചുക്കുവെള്ളവും ആ ഉണക്ക ബ്രെഡും തിന്നിങ്ങനെ മത്ത് പിടിച്ചിരിക്കും. മുൻപിലിരിക്കണം മിക്കവാറും എല്ലാം വട്ടുവീസായിരിക്കും. നിങ്ങളല്ലട്ടാ, ഞാൻ പറഞ്ഞ കൺവെൻഷനാണ് കേട്ടാ, പ്രയാസപ്പെടരുത്. അപ്പൊ മുന്നിലിരിക്കണ എല്ലാം വട്ടുവീസായിരിക്കും. എന്ത് പറഞ്ഞാലും കൈയും പൊക്കും കാലും പൊക്കും. ഓടി ആൾക്കാര് വരും. അത് അന്നത്തെ ഒരു പരിപാടി. പിന്നെ നായിക്കമ്പറമ്പിൽ അച്ഛനിടയ്ക്ക് ശലഹമലഹ 3 പേരുടെ യൂട്രസ് സംബന്ധമായ അസുഖം മാറി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ 3 പുരുഷന്മാർ കൈപ്പൊക്കി. ഉച്ച സമയമല്ല. അപ്പം എടപ്പള്ളിയിലാണ് കൺവെൻഷൻ നടക്കുന്നത്. 3 പേരുടെ യൂട്രസ് സംബന്ധമായ അസുഖം മാറി. 10 പോലെ 3 പുരുഷന്മാർ കൈപ്പൊക്കി.
അപ്പൊ നായിക്കമ്പറമ്പിൽ ആശയക്കുള്ള പോയി, ദൈവമേ തോട്ടില് യൂട്രസ് അല്ലല്ലോ വൃക്കാണല്ലോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണത്, ഇനി എടപ്പള്ളിയിൽ ഇപ്പൊ യൂട്രസും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തുടങ്ങിയ. നോക്കിയപ്പോ നമ്മുടെ സ്ത്രീജനം ഉറങ്ങണേ, വാച്ചോ ഇങ്ങോട്ട് വാച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ തലമുണ്ട്. അപ്പൊ അച്ഛൻ ഉടനെ തന്നെ പറഞ്ഞു, യൂട്രസ് യൂട്രസ് ഗർഭപാത്ര സംബന്ധമായ 3 പേരുടെ മാറിയിരിക്കുന്നു. പുരുഷന്മാർ തപ്പി നോക്കി, നമുക്ക് ഈ സാധനമില്ലല്ലോ. അവര് കൈ താഴെയിട്ട് 3 സ്ത്രീകൾ നോക്കി എന്നാ പറഞ്ഞത്. ഇപ്പൊ ശരിയായി, ഉറക്കൊക്കെ പോയിട്ടാ. ഓക്കെ, അത് ഉറക്കത്തിനുള്ള മർമ്മത്ത് നർമ്മം ചേർത്ത് പറഞ്ഞെന്നാണ് ധ്യാനഗുരുക്കൾ പറഞ്ഞത്. ഇനി ഉറങ്ങണമെങ്കിൽ ഞാൻ അവാർഡ് തരും, ഷുവറാണ്. ഒരെണ്ണം ഉറങ്ങിയാൽ അത് വളരെ മോശ. അപ്പൊ ശരിക്കും കേട്ടിരുന്നോ? ഞാൻ അങ്ങനെ വളരെ രസകരമായിട്ട് പറഞ്ഞു അവസാനം. ചെറുതാവണം. ഉണ്ണിയുടെ 6 ക്വാളിറ്റി ഉണ്ടാകണം. ഉണ്ണിയുടെ ക്വാളിറ്റി എന്താ? നിഷ്കളങ്കത. 2 വർഷത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യിക്കാൻ വേണ്ടി പോയി. അപ്പം വീഡിയോ ചെയ്യിക്കാൻ വേണ്ടി ചെന്നപ്പോ കാർന്നവരുണ്ട്. ഒരു 2 വയസ്സുള്ള പെൺകുട്ടി ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കണേണ്, അവള് ബർത്ത്ഡേ ഷൂട്ടിൽ നിൽക്കണേന്. അപ്പൊ എന്നെ കണ്ടപ്പോ കാർന്നവര് പറഞ്ഞു, അയ്യേ ജോബച്ചൻ വന്ന കണ്ടില്ലേ, പോയി എന്തെങ്കിലും ഇട്ടുണ്ടോ? അവള് പോയി ചെരുപ്പ് ഇട്ടുണ്ടോ വന്നു. അവളോട് എന്താ പറഞ്ഞത്? പോയി എന്തെങ്കിലും ഇട്ടുണ്ടുവാന്നു. അവള് പോയി ചെരുപ്പ് ഇട്ടുണ്ടു വന്നു. ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇതല്ലേ യഥാർത്ഥത്തിൽ നിഷ്കളങ്കത? നമ്മളൊക്കെ 1 വയസ്സ് 1.5 വയസ്സായപ്പോ വസ്ത്രം എടുക്കുക, പറിച്ചു കളയും. നമ്മള് ഫ്രീ ബേർഡ്സ് ആണ്, കാരണം മാലാഖമാരാണ്. ആദം ഹവ്വായും നഗ്നരായിരുന്നു. നാണം ഉണ്ടായിരുന്നോ? വരപ്രസാദം ഉണ്ടായിരുന്നു. കലൂര് നവേന കേന്ദ്രത്തില് ഇങ്ങനെ വരും. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാർ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ ചിലർ വന്നിട്ട് പറയാം, അച്ഛാ ഒരു കുഞ്ഞേ ഉള്ള അച്ഛാ, കുഞ്ഞ് പരാതി പറയണു വെച്ചാ, എന്താണ്? ഒരു കുഞ്ഞുവാവിനെ വേണം, ഒരു കുഞ്ഞുവാവിനെ വേണം. അപ്പം ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ, നമുക്ക് വേണം, അത് കൂടുതൽ കുട്ടികൾ വേണം, അത് നല്ലതാണ്. അപ്പൊ അവര് പറഞ്ഞ് പ്രാർത്ഥിക്കണ IMS ധ്യാനത്തിന് പോണേന്. ധ്യാനം കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ ഹാപ്പി ന്യൂസ് ഉണ്ട്, എൻ്റെ ഭാര്യയെ കർത്താവ് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ ഡൽഹി പുണെ. ഞാൻ ചോദിച്ചു, ഇവിടെ ആസ്പത്രിയിലായിട്ട്? അല്ല, ഹെഡ് നേഴ്സ് ആണച്ചോ, 2 and 4 ടിക്കറ്റും കിട്ടും, ഫ്രീ ഡെലിവറി ആണച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് പോയി വരുന്നേ. കുഞ്ഞിനപ്പം നോക്കുമ്പോൾ അമ്മയ്ക്ക് സാമാന്യം വലിയ വയറുണ്ടായിരുന്നു. അമ്മ ഡൽഹി പോയി വന്നപ്പോ വയറൊട്ടി കയ്യിൽ കുഞ്ഞുവാവ. മാമൂദിസയ്ക്ക് പോയപ്പോ വികാരിച്ചന് അമ്മയെക്കാളും വലിയ വയറ്, വികാരിച്ചന് അമ്മയെക്കാളും വലിയ വയറ്. അപ്പൊ കുഞ്ഞിങ്ങനെ നോക്കണേന്ന്. അവള് കൃഷ്ണിങ്ങിലല്ല പങ്കെടുക്കുക, അവളിങ്ങനെ നോക്കി. അപ്പൊ അച്ഛൻ ശ്രദ്ധിച്ചു, അവളിങ്ങനെ തുറച്ചു നോക്കണേ അച്ഛന്റെ വയറ്റത്തേക്ക്. മാമുദീസ കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ വന്നിണ്ടേ, എടി നീ മാമുദീസയ്ക്ക് വന്നിട്ട് കുഞ്ഞുവാവിനല്ല നോക്കിയത്, എന്റെ വയറ്റത്തേക്കാണല്ലോ നോക്കിയത്. അവള് പോയി തടവീട്ടി വെച്ചു, അച്ഛനൊന്ന് ഡൽഹി പോണെന്ന്. എന്നെ ശ്രമിക്കുന്ന ശ്രോതാക്കളെ, ഇതാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത്. 2, തുറവി ഉണ്ടാവണം. തുറവി ഉണ്ടായാലേ പിറവി ഉണ്ടാവുകയുള്ളൂ. തുറവി ഉണ്ടാകണം. പണ്ടത്തെ വിഡ്ഢിവേഷം കെട്ടി രാജാവിന്റെ കഥ ഓർമ്മയില്ലേ? ശരിയല്ലേ? വിഡ്ഢിവേഷം കെട്ടി രാജാവിന്റെ കഥ ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ? കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയുമ്പോഴുള്ള കഥ. അതിൽ ആ കുട്ടിയാണ് തുറവിയോട് വിളിച്ച, അയ്യേ രാജാവ് നഗ്നനായിട്ട് പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞ. അപ്പം നിഷ്കളങ്കത, തുറവി, ആശ്രയബോധം ഉണ്ടാവണം. ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടി. കുഞ്ഞുങ്ങൾ എങ്ങനെ കൈനീട്ട്, എന്നെ എടുത്തോ, അച്ഛനെടുത്തോ, അമ്മ എടുത്തോ, ചാച്ചനെടുത്തോ കൈ നീട്ടണേന്ന്. ശരിയല്ലേ? ആശ്രയബോധം. 4-മത്തെ എന്താണ്? ദ്രോഹങ്ങൾ മറക്കാനുള്ള കഴിവ്. ഇവിടെ ഇരിക്കണ ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ അപ്പച്ചൻ തല്ലിയെന്നും പറഞ്ഞ് പോയി പിള്ളേരെ തല്ലിയിട്ടില്ല നിങ്ങള്? ഓ വിശുദ്ധന്മാരെന്ന് ഇങ്ങോട്ട് കയറ്റിവെക്കാം. എല്ലാവരും ചൊല്ലിയിട്ടുണ്ട്, എന്നെ അമ്മ എന്നെ പിടിച്ചടിച്ചിട്ടുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം പിണങ്ങിയതിന്റെ ദേഷ്യം ആ പിള്ളേർക്ക് ഇട്ട് കൊടുക്കും. പിള്ളേർ പോയി പട്ടിനെ തല്ലും, പട്ടി പോയി പൂച്ചനെ പിടിക്കും, പൂച്ച പോയി എലിനെ പിടിക്കും. ചെയിൻ ഓഫ് റിയാക്ഷൻ. എന്നിട്ടും വൈകുന്നേരം ആകുമ്പോ മമ്മി മമ്മി അമ്മേ എന്നും പറഞ്ഞ് വരുമ്പോ ചങ്കൊന്ന് പിടക്കില്ലേ? വേണ്ടിയില്ലായിരുന്നു. അടുത്തത് ദ്രോഹങ്ങൾ മറക്കാനുള്ള കഴിവ്. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ മുൻവിധിയില്ല. നമ്മൾ എല്ലാത്തിനും മാർക്കിട്ട് വെച്ചേക്കൻ. ഒരച്ഛൻ വന്നു കഴിഞ്ഞാൽ സൈക്കിളിന് പോയാലോ പിച്ചക്കാരനച്ഛൻ, ബൈക്കിന് പോയാലോ ചെത്തച്ഛൻ, കാറിന് പോയാലോ പിന്നെന്തച്ഛൻ. നമ്മൾ മാർക്കിടും. ശരിയല്ലേ? നമ്മൾ ഓരോന്നിനും മാർക്കിട്ട് വെച്ചേക്കുകയാണ്. പക്ഷെ ഉണ്ണീശ നൽകുന്നത് ആർക്കും മാർക്കിടില്ലേ? മുൻവിധിയില്ലാത്ത പെരുമാറ്റം. ലാസ്റ്റ് വിട്ടുകൊടുക്കുന്ന സ്വഭാവം. ഈശോയുടെ കയ്യിലെ കളിപ്പെന്താണെന്ന് കർമ്മലീത്ത സഭയിലെ വലിയ വിശുദ്ധ പറഞ്ഞു. അപ്പൊ 2-മത്തെ കാര്യം, ഉണ്ണീശോയുടെ രൂപത്തിലൂടെ നൽകുന്ന സന്ദേശം വിശ്വസ്തയോട് ജീവിക്കണം. നിഷ്കളങ്കത, തുറവി, ആശ്രയബോധം, ദ്രോഹങ്ങൾ മറക്കാനുള്ള കഴിവ്. എല്ലാ പ്രശ്നത്തിനും കാരണം ചെറുതാവാൻ പറ്റാത്ത. 3-മത്തേത് നോക്ക്, ലില്ലിപ്പൂക്കൾ.
ലില്ലിപ്പൂക്കൾ നൽകുന്നത് വിശുദ്ധിയുടെ പ്രതീകമാണ്. വലിയൊരു ഓർമ്മ. ഔസേപ്പിതാവിന്റെ കയ്യിൽ എന്തായിരിക്കുന്നത്? ലില്ലിപ്പൂക്കൾ. മരിയകുരത്തിന്റെ കയ്യിൽ എന്തായിരിക്കുന്നത്? ലില്ലിപ്പൂക്കൾ. കോൾബേ കയ്യിൽ എന്തായിരിക്കുന്നത്? 2 ലില്ലിപ്പൂക്കൾ. അപ്പൊ ഇതൊരു പ്രതീകമാണ്. ഇതിനൊരു ചരിത്രമുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചരിത്രമാണ് ഈ ലില്ലിപ്പൂക്കൾക്കുള്ളത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ക്രൊസീക്ക എന്ന് പറയുന്ന ചെറിയൊരു ദ്വീപുണ്ടായിരുന്നു. അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. അപ്പം ഫ്രഞ്ച് സൈന്യത്തിന്റെ ടാർഗറ്റ് ക്രിസ്ത്യാനികളെ വേട്ടയാടുക, ക്രിസ്തീയ വിശ്വാസം നശിപ്പിക്കുക. അങ്ങനെ അവര് ബോട്ടിൽ വരണേണ് ഈ ഗ്രാമം നശിപ്പിക്കാൻ. അപ്പോൾ ഗ്രാമവാസികള് ആശ്രമത്തിൽ വന്ന് മണിയടിച്ചിട്ട് പറഞ്ഞു, ഓടി രക്ഷപ്പെട്ടോ, ഇതാ വരണുണ്ട്. അപ്പൊ ആശ്രമം വന്ന വസന്തകാലമാണ്, തോട്ടം നിറയെ ലില്ലിപ്പൂക്കളാ. ആ 3 സന്യാസിമാര് പൂക്കൾ അറുത്തെടുത്ത് അന്തോണീസിന്റെ മുൻപിൽ വെച്ച് കരഞ്ഞു, വിശുദ്ധ അന്തോണീസ്, ഞങ്ങൾ അങ്ങയുടെ സഭക്കാരല്ലേ, അങ്ങല്ലാതെ ആരാ ഞങ്ങൾക്കുള്ളത്, അതുകൊണ്ട് സംരക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് അവര് മറുകരയിലേക്ക് പോയി. 3 വർഷം കഴിഞ്ഞ് ആ സന്യാസിമാര് വന്നപ്പോ ഗ്രാമം മുഴുവനും ചുട്ടുകരിച്ചു. ദേവാലയവും ആശ്രമവും തൊട്ടില്ല. ആ പള്ളി തുറന്നപ്പോ നല്ല സൗരഭ്യം. ചുറ്റുപാട് നോക്കിയപ്പോ ഇവര് 3 വർഷത്തിന് മുൻപ് വെച്ച ലില്ലിപ്പൂക്കൾ ഉണ്ടല്ലോ, വാടാതിരിക്കുക, പരിമളം പരത്തിയിരിക്കുക. ആ കാര്യം അന്നത്തെ മെത്രാനോട് പറഞ്ഞു. മെത്രാൻ റോമിൽ അറിയിച്ചു. അങ്ങനെ ഉത്തരവിട്ടു. സംരക്ഷണത്തിന് പ്രതീകമായി ഒരു ലില്ലിപ്പൂ വയ്ക്കാൻ പറഞ്ഞു. നമ്മൾ പൂമാലയിടുന്നതിൻ്റെയൊക്കെ സന്ദേശം ഇതാണ്, ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോ ലില്ലിപ്പൂക്കൾ നമുക്ക് നൽകുന്ന സന്ദേശം വിശുദ്ധിയോടുകൂടി ജീവിക്കണം. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്: വിശ്വാസം, വിശ്വസ്തത, വിശുദ്ധി. ഒരെണ്ണം കൂടിയുണ്ട്, ജപമാല ഉണ്ടല്ലോ അല്ലെ, നോക്കിയേ, ഉണ്ട്. അപ്പൊ മരിയ ഭക്തി കൂടിയുണ്ട്. കാരണം ഈ വിശുദ്ധൻ ജനിക്കാൻ കാരണം എന്താ? 1195 ആഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിൽ ജനിച്ചു. കാരണം ഡോൺ മാർട്ടിനും ഡോണ മേരിക്കും കുട്ടികളില്ലാതെ പ്രാർത്ഥിച്ചു കിട്ടിയ കുട്ടിയാണ്. മാതാവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ടാവണം സ്വർഗാരോപണ തിരുനാളിലാണ് വിശുദ്ധൻ ജനിച്ചത്. 36 വർഷമേ ജീവിച്ചുള്ളൂ. വിശുദ്ധന് മാതാവിനോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു. മാതാവിന്റെ കവിതകള് ധാരാളമുണ്ട്, എഴുതിയിട്ടുണ്ട് അദ്ദേഹം. മാതാവിനെ ഉൽപ്പത്തി പുസ്തകത്തിലെ മാരിവില്ലുമായിട്ട്, ഉടമ്പടിയുടെ പ്രതീകമായിട്ടൊക്കെയാണ് കവിത എഴുതിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ വീട്ടിലുണ്ടാവേണ്ട കൈമോശം വന്നു പോയത് എന്താ? ജപമാല. ഇപ്പൊ സീരിയൽ പ്രാർത്ഥനയാണല്ലോ നടക്കുന്നത്. പണ്ട് സന്ധ്യ ആകുമ്പോ ഈ ഇരിക്കുന്ന അച്ഛന്മാരുടെ പ്രായമുള്ള ആൾക്കാര് സന്ധ്യമണി അടിക്കുമ്പോ എന്താ പറഞ്ഞത്? സന്ധ്യമണി അടിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? അടുത്ത വീട്ടിൽ രാമ രാമ പാഹിമാം, മുകുന്ദ രാമ പാഹിമാം. ശരിയല്ലേ ഹൈന്ദവര്? അപ്പുറത്ത് അല്ലാഹു അക്ബർ. ശരിയല്ലേ അച്ഛൻ പറഞ്ഞത്? അവിടെ ബാങ്ക് മുഴങ്ങും, ഇവിടെ രാമജപ പ്രാർത്ഥന, ഇപ്പുറത്ത് കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് ജപിച്ചു എന്നുള്ള പ്രാർത്ഥന, ത്രിസന്ധ്യ പ്രാർത്ഥന. ഒരു സർവമത സംഗമമാണ് അവിടെ നടക്കുന്നത്. അന്ന് അമ്മ പറയും, മോനെ പായിട് പ്രാർത്ഥിക്കാൻ. ഇന്ന് ആ അമ്മ പറഞ്ഞ, മോനെ സ്വിച്ച് ഇട് സീരിയൽ കാണാൻ. അതാണ്, രണ്ടും ഇടില്ല. ആ അമ്മയൊക്കെ ഇപ്പൊ അഡിക്റ്റാണ്. അമ്മമാര് പോലും അഡിക്റ്റാണ്. സത്യമാണ് അച്ഛൻ പറഞ്ഞത്. നിങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ആൾ ഇവിടുത്തെ അമ്മമാരല്ല കേട്ടാ. ചിറാപ്പുഞ്ചില്ല അമ്മമാരെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടുത്തെ അമ്മമാരൊക്കെ എല്ലാം നല്ല അമ്മമാരാ. ഉറങ്ങുമ്പോ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, ആത്മശോധിക്കുക. സെയിന്റ് ആന്റണി പറഞ്ഞതാ, കൈമോശം വന്നുപോയി, ജപമാല കൈമോശം വന്നുപോയി, കുടുംബ പ്രാർത്ഥനയില്ല, സീരിയൽ പ്രാർത്ഥന, അമ്മ പ്രാർത്ഥന. ഇനി ജപമാല ചൊല്ലുമ്പോഴോ ഉറക്കം ഗുളിക കഴിക്കണ പോലെയാണ്. ബോധജ്ഞാനത്തിന് സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ പേജിലെ വിശുദ്ധന്മാരെ അപ്പൊ പിള്ളേരെ അമ്മ ഉറങ്ങുമ്പോ ഓരോ പേജ് പറയും, ഈ പേജിലെ വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഒടുവിൽ പറഞ്ഞ് ഇഷ്ണേ ഇഷ്ണേ, ഒടുവിൽ വീട്ടുപേര് ഇഷ്ണാശ്ശേരി എന്നായി. അങ്ങനെയാണ് ഇഷ്ണാശ്ശേരിക്കാരുടെ പേര് വന്നത് കേട്ടാ. ഇവിടെ ഇഷ്ണാശ്ശേരിക്കാർ ആരും ഇല്ലെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ സാരമില്ല, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ ഞാൻ നിർത്താൻ പോണേ. ഞാൻ പറഞ്ഞത് എന്താണ്? വെറുതെ അതും നിനക്ക് പ്രാർത്ഥിക്കുന്നതിന് പകരം അന്തോണീസ് പറഞ്ഞ, എന്റെ കയ്യില് നിങ്ങള് തിരുനാളി കപ്പേളയില്, ചന്ത് കപ്പേളയില് നാനാജാതി മസ്തരുടെ സ്വർഗീയ മസ്തനായി എന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോ നിങ്ങൾക്ക് കൈമോശം വന്ന 4 കാര്യങ്ങള് എന്റെ കയ്യിലിരിപ്പുണ്ട്. ഇത് നിങ്ങള് തിരിച്ചെടുത്തോണ്ട് പോവോ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തില് സന്തോഷവും സൗഖ്യവും സമൃദ്ധിയും സമാധാനവും സംരക്ഷണവും ഉണ്ടാവും. എന്തൊക്കെയാണ്? പ്രാർത്ഥനാ പുസ്തകം, ഉണ്ണീശോ, ലില്ലിപ്പൂ, ജപമാല. ഇത് 4 നമുക്ക് കൈമോശം വന്ന് പോയിട്ടുണ്ട്. ഇത് നമ്മൾ വീണ്ടെടുത്താൽ
തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും ഈ സന്ദേശമുണ്ട്. ആ പ്രാർത്ഥനാ പുസ്തകം മഹാഭാരതമാകാം, രാമായണമാകാം, അത് ഖുർആനാകാം, എല്ലാ വേദഗ്രന്ഥങ്ങളുടെ പ്രതീകമാണ്. ഉണ്ണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ലേ?